എന്നിട്ട് ഷെയ്ഖ് പറയുന്ന വരി നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടതാണ്. അമ്മ അൻ യഫ്റഹ ബിസല്ലത്തിൽ ആലിമി വഖതഇഹി, ഒരു ആലിമിൻ്റെ തെറ്റിലും വീഴ്ചയിലും സന്തോഷിക്കുക. എന്തിനാണ്? ലിയുഷീഅഹ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുക. ഫതഹ്സുലുൽ ഫുർഖ, അങ്ങനെ എന്ത് ചെയ്യും? വിഭജിക്കും, ടീമായി മാറും. ഫഇന്ന ഹാദാ ലൈസ മിൻ ത്വരീഖി സലഫ്, ഇതെന്തല്ല സലഫുകളുടെ ത്വരീഖിൽപ്പെട്ടതല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കാം. തെറ്റ് സംഭവിച്ചാൽ എന്ത് നിലപാടാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. തെറ്റ് സംഭവിച്ചു. അപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ നിലപാട് തസ്ഹീഹുൽ ഖത, തെറ്റെന്ത് ചെയ്യാം? തിരുത്തി കൊടുക്കുക എന്നാണ്. ഇനി അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് ഹക്കിന് എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റി നിർത്താൻ പറ്റൂല. അതാണ് ഷെയ്ഖ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇബ്നു തൈമിയയെക്കുറിച്ച് പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം അഹബ്ബു ഇലൈന, ഷെയ്ഖുൽ ഇസ്ലാമിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇബ്നു തൈമിയയെക്കുറിച്ച് ശിഷ്യം പറയാൻ, ഇബ്നുൽ ഖയ്യിം പറയാൻ, ഷെയ്ഖുൽ ഇസ്ലാമിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൽ ഹഖ്ഖു അഹഖ്ഖു അൻ യുത്തബ, ഹക്കാണ് പിൻപറ്റപ്പെടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലപാടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. ഹക്കിനോടാണ് നമുക്കെന്ത്? ബാധ്യത, ഹക്കിനോടാണ് പ്രതിബദ്ധത. വ്യക്തികളോടല്ല എന്ത്? പ്രതിബദ്ധത ഉണ്ടാകേണ്ടത്. വ്യക്തികളോടുള്ള പ്രതിബദ്ധത എന്ത് ചെയ്യും? നമ്മെ മനഹജിൽ നിന്ന് തന്നെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വ്യക്തിയെ എത്ര വലിയ വ്യക്തിയാകട്ടെ, വ്യക്തി വലിയ പ്രാസംഗികനാണ്, അതല്ലെങ്കിൽ നാട്ടിൽ കേളി കേട്ട ഒരാളാണെന്ന് തന്നെ വിചാരിച്ചോ, അതൊന്നല്ല നമ്മുടെ നിലപാട് എന്നുള്ളത്. മറിച്ച് ഹക്കാണോ പറയുന്നത് എന്നെങ്കിലും ഓക്കെ, ഹക്കല്ലേ എന്നെങ്കിലും എന്തില്ല, എത്ര വലിയ ആളായാലും നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, തിരുത്തി കൊടുക്കുന്ന സന്ദർഭത്തിൽ എന്തുദ്ദേശിക്കാൻ പാടില്ല? അദ്ദേഹത്തിൻ്റെ പോരായ്മയെ ലക്ഷ്യം വെക്കാൻ പാടില്ല. നമ്മുടെ നിയ്യത്ത് എന്ത് ചെയ്യണം? ഹക്ക് വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയല്ലോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറുതായി, അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, മനസ്സിൽ തോന്നാനേ പാടില്ല എന്നാണ്. കാരണം നമ്മുടെ ഉദ്ദേശം എന്താ? ഹക്ക് എല്ലാവർക്കും ബോധ്യപ്പെടണം, ഹക്ക് ആളുകൾ സ്വീകരിക്കണം, ഹക്കിനോടായിരിക്കണം കൂറ് എന്നതാണ് നമ്മുടെ നിയ്യത്തായിട്ട് ഉണ്ടാകേണ്ടത്. അതല്ലാതെ ഒരാൾ ചെറുതാക്കാം, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വഹാദ തഖഉ മിൻ ഇൻസാനിൻ ഹാസിദിൻ, അസൂയുള്ള മനുഷ്യനിൽ നിന്നാണ് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. വലിയാദു ബില്ലാഹ്, അല്ലാഹുവിനോട് ശരണം. യതമന്ന അൻ യജിദ ഖൗലൻ ദഈഫൻ ഔ ഖത ലിശഖ്സിൻ മാ ഫയൻഷുറഹു ബൈനന്നാസ്. ഷെയ്ഖ് പറയാണ്, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടുകയാണ്. എങ്ങനെ? എന്തെങ്കിലും ദുർബലമായ കൗൽ ഒരാൾ പറയാൻ വേണ്ടി കാത്തു നിൽക്കുക, എന്നിട്ടോ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അൽ മുഹിം അൻ യകൂന ഖസ്ദുക മിനൽ ബയാൻ ഇൽഹാറുൽ ഹഖ്, ഹക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം എന്ത്? നിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നിട്ട് പറയാൻ, നീ ഇങ്ങനെ ഒരാളുടെ തെറ്റുകളും അയൂബുകളും ചുഴിന്നന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ തതബ്ബഅ ഔറത അഖീഹി തതബ്ബഅ അല്ലാഹു ഔറതഹു. ഒരു സഹോദരൻ്റെ ഔറത്ത്, അവൻ്റെ തെറ്റുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് ചെയ്യും? ഓൻ്റെ തെറ്റുകൾ അല്ലാഹ് പുറത്തു കൊണ്ടുവരുന്നതാണ്. ഫളഹു വലൗ ഫി ജൗഫി ബൈതിഹി, അവൻ്റെ വീടിൻ്റെ അകത്തളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓൻ അല്ലാഹ് മോശാക്കുന്നതാണ്, ഓൻ അല്ലാഹു മോശാക്കാതിരിക്കുകയില്ല. ഫഇദാ അസർത അലാ വഹ്മി ആലിമിൻ ഹാവിൽ അൻ തദ്ഫഅ ലൗമാൻ, അതുകൊണ്ട് ഒരു പണ്ഡിതനിൽ നിന്ന് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഉമ്മത്തിനോട് നസീഹത്തുള്ള ആളായിട്ട് എന്ത് ചെയ്യണം? നീ മാറണം എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അലാ ഫലിയത്തഖില്ലാഹ് കുല്ലു മൻ തുസവ്വിലു ലഹു നഫ്സുഹു ഇന്തിഹാക അഅറാദിൽ ഉലമ വസറഅ അൽ ഫിത്നതി ബൈനൽ മശായിഖ് വതുല്ലാബിൽ ഇൽം വസ്തിഗ്ലാലി ബഅലി സല്ലാത്തി വൽ അഖ്താ ഔ മാ യുതവഹമു അന്നഹു ഖതഉൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം എന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാം, ഒരു മതവിദ്യാർത്ഥി എപ്പോഴും ഖൈറിൻ്റെ ആളായിട്ട് എന്ത് ചെയ്യണം? മാറണം. ഫകുൻ യാ ത്വാലിബൽ ഇൽമി മിഫ്താഹൻ ലിൽ ഖൈർ, ഖൈർ എന്ത് ചെയ്യുക? ഖൈർ തുറന്നു കൊടുക്കുന്ന ആളായിട്ട് മാറണം. അതല്ലാതെ ഷെറിന് എന്ത് ചെയ്യരുത്? നമ്മൾ വകവെച്ച് കൊടുക്കരുത്. ഷെറ് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നിൽക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കാരണത്താൽ എന്ത് ചെയ്യണം? സമൂഹത്തിൽ ഒരു ഖൈർ ഉണ്ടാകണം എന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കാരണത്താൽ സമൂഹത്തിൽ ഷെറുണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്. എന്താ അവരുടെ പണി? മഫാത്തിഹലിൽ ഖൈർ, അവർ ഖൈർ എന്ത് ചെയ്യും? അവർ ഖൈർ തുറന്നു കൊടുക്കുന്ന ആളുകളാണ്. അവർ ഖൈർ തുറക്കുന്ന താക്കോലുകളാണ്, നന്മയുടെ താക്കോലുകളാണ് അവർ. എന്നാലോ മഗാലിഖ ലിശ്ശർ, തിന്മയുടെ താക്കോലായ ചില ആളുകളുണ്ട് സമൂഹത്തിൽ, തിന്മ തുറന്നു കൊടുക്കുന്ന ആളുകൾ. വഇന്ന മിനന്നാസി മഫാത്തിഹ ലിശ്ശർ വമഗാലിഖ ലിൽ ഖൈർ ഫതൂബ ലിമൻ ജഅല അല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. അതുകൊണ്ട് അല്ലാഹു ഒരാൾക്ക് നന്മയുടെ തുറവി ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നന്മ തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവന് മംഗളം, അള്ളാഹു അവനെന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. വവൈലുൻ, എന്നാൽ നാശം ആർക്ക്? തിന്മ തുറന്നു കൊടുത്ത വ്യക്തിക്കെന്ത്? നാശമുണ്ടാകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നബിയുടെ പ്രാർത്ഥനയാണ്, ഷെറ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാകും? നാശം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആ ഷെറിന് നിൽക്കുകയാണെങ്കിൽ നല്ല സൂക്ഷ്മത നമുക്ക് വേണം. റസൂൽ പറഞ്ഞ വിഷയമാണ്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല എന്നുള്ളത്.